ഹലോ എവരി വൺ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ കാണുന്ന ബോഷിൻ്റെ ഫുള്ളി ഓട്ടോമാറ്റിക് സീരീസ് 6ൻ്റെ 8 കിലോഗ്രാമിൻ്റെ വാഷിംഗ് മെഷീൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് കേട്ടോ. സോ ഇത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 6 മാസത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയാൻ പറ്റുമെന്ന് കരുതുന്നു. മെയിൻലി നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് പർച്ചേസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റിവ്യൂ ഹെൽപ്ഫുൾ ആവുന്നതാണ്. സോ നമുക്ക് റിവ്യൂ പറയുന്നതിന് മുൻപ് ഓൾറെഡി വാഷിംഗ് മെഷീൻ മേടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് അറിയാൻ വന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് ഇതിൻ്റെ ഒരു വർക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. അപ്പോൾ നമ്മൾ ആ ഒരു വാഷിംഗ് മെഷീനിൽ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഒരു ടാബ് കാണാൻ പറ്റും, പൗഡറൊക്കെ ഇടാൻ പറ്റുന്നത്. സോ ഇതിൽ ആദ്യത്തേതിൽ നിങ്ങളുടെ ഓയിലാണ് ഒഴിക്കുക, സോപ്പ് ഓയിൽ. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഓയിൽ സർഫ് എക്സലിൻ്റെ ഈ ഒരു മാറ്റിക് ഫ്രണ്ട് ലോഡ് ഈ ഒരു ഓയിലാണ് കേട്ടോ. ഞാൻ 2-3 ടൈപ്പ് ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്, ബോഷിൻ്റെ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി കുറച്ചുകൂടെ ബെസ്റ്റായിട്ട് തോന്നിയത് സർഫ് എക്സലിൻ്റെ ഈ ഒരു ഓയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ നല്ലൊരു ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ ഈ രണ്ടാമത്തെ ടാബിൽ നമുക്ക് ഫാബ്രിക് കണ്ടീഷണറാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ഈ തുണിയിൽ മണമൊക്കെ ഉള്ള അതൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡെറ്റോളോ എന്താണെന്ന് വെച്ചാൽ ഒഴിക്കാവുന്നതാണ്. അപ്പം ഞാൻ ഒരു സെറ്റ് തുണി ഇട്ട് കഴിവായിടുമ്പോൾ ഇതിൻ്റെ ഒരടപ്പ് ആണ് ഒഴിക്കുന്നത്, അത്രയും മതിയാവും എനിക്ക്. കംഫർട്ടിൻ്റെ ഇതാണ് യൂസ് ചെയ്യുന്നത്. കംഫർട്ടിൻ്റെ തന്നെ പല മണത്തിലുള്ളതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ കോട്ടൺ തുണി അങ്ങനെയുള്ള പശമൊക്കെയുള്ള തുണി അതിനൊക്കെ നെയ്ജാലയുടെ ക്രിസ്പ് ആൻഡ് ഷൈൻ യൂസ് ചെയ്യും. ഇങ്ങനെയാണ് നമുക്ക് ഞാൻ ഈ രണ്ടാമത്തേതിൽ അതാണ് ഒഴിക്കുന്നത്. മൂന്നാമത്തേലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, അത് ജസ്റ്റ് വെറുതെ ഇട്ടേക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൽ തുണി ഇടുന്ന കാര്യം പറഞ്ഞാൽ നമ്മളിത് അടയ്ക്കുമ്പോൾ അത്യാവശ്യം പ്രഷർ കൊടുത്തിട്ട് വേണം അത് കഴിഞ്ഞ് തുറക്കാൻ കേട്ടോ. അത്യാവശ്യം ഇറുകിയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളിതിൽ തുണി ഇടുമ്പോൾ അറിയാമായിരിക്കുമല്ലോ, ഓവർലോഡ് വാഷിംഗ് മെഷീനിൽ ഒരിക്കലും ചെയ്യരുത്. കാരണം ഓവർലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തുണി നല്ല രീതിയിൽ വാഷ് ചെയ്ത് കിട്ടില്ല, മെഷീനും ഡാമേജ് വരും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു 3/4% മാത്രമേ ഇതിൽ തുണി ഇടാവൂ. കുറച്ച് സ്പേസ് ഇട്ടേക്കണം എപ്പോഴും കഴുകുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഒരുപാട് തുണി ആക്കി കഴിഞ്ഞാൽ കഴുകി കിട്ടത്തില്ല. നമുക്ക് അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ പ്രോഗ്രാമിൻ്റെ കാര്യം നോക്കിയാൽ നമുക്കിതിൽ പല ഇതുണ്ട്. നമുക്ക് കഴുകാൻ ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ തിരിക്കാം കേട്ടോ. ഒരു സൈഡ് മാത്രമേ തിരിക്കാവുന്നില്ല, ആൻറ്റി ക്ലോക്ക് വൈസോ ക്ലോക്ക് വൈസ് ഡയറക്ഷനോ ഒക്കെ തിരിക്കാം. അപ്പോൾ ഞാനിവിടെ നോർമലി നമ്മൾ തുണി കഴിയുമ്പോൾ ഞാൻ 2 പ്രോഗ്രാംസാണ് യൂസ് ചെയ്യാറുള്ളത്. ഒന്ന് കോട്ടണും ഒന്ന് മിക്സ് ലോഡ്. ഇതിൽ കോട്ടൻ്റെ ഇട്ട് കഴിയുന്നത് ഞാൻ നമ്മളെ ഷർട്ടൊക്കെ ഉണ്ടല്ലോ, ഷർട്ട് അങ്ങനെയുള്ള പശമൊക്കെ ഉള്ള തുണികളെല്ലാം ഞാൻ കോട്ടണിലിട്ട് കഴിവും. പിന്നെ 2 ദിവസത്തിലൊരിക്കലാണ് ഞാൻ വാഷ് ചെയ്യുന്നത് തുണി. അപ്പോൾ ഞങ്ങൾക്ക് 2-3 ജോഡി തുണിയൊക്കെ കാണുള്ളൂ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേർത്ത്. അത് എന്താണ് പാൻറ്റും ടോപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് മിക്സ് ലോഡിൽ ഇട്ടായിരിക്കും കഴുകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നോർമലി നമുക്ക് ഡെയിലി തുണി വീട്ടിൽ കഴുകുകയാണെങ്കിൽ മിക്സ് ലോഡാണ് കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. പിന്നെ സിൽക്ക് തുണി ടൈപ്പുകളൊക്കെ അതിലിട്ട് കഴുകാം. പിന്നെ ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്തെടുക്കാനാണെങ്കിൽ ഇതിലിട്ടിട്ട് റിൻസ് ഓപ്ഷൻ കൊടുത്ത് ഓൺ സ്റ്റാർട്ട് കൊടുത്താൽ നമുക്ക് തുണി ഉണക്കി കിട്ടുന്നതാണ്. പിന്നെ എന്താണ് ഈ ജീൻസ് ഉണ്ട്, ഇത് നമുക്ക് അത്യാവശ്യം കട്ടിയുള്ള തുണി അല്ലെങ്കിൽ പുതപ്പ് പോലുള്ള അങ്ങനെയുള്ള കട്ടിയുള്ള തുണികളൊക്കെ ജീൻസിൻ്റെ അതിലിട്ട് കഴുകാം. പിന്നെ ആൻറ്റി ബാക്ടീരിയ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് ഇതിലിട്ട് കഴുകാനാണെങ്കിൽ 2 മണിക്കൂറോളം എടുക്കും കഴുകി കിട്ടാൻ. ആൻറ്റി ബാക്ടീരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പനിയൊക്കെ പിടിച്ചിട്ട് ആശുപത്രിയിലൊക്കെ പോയിട്ട് അങ്ങനെയുള്ള ബാക്ടീരിയലായിട്ടുള്ള തുണികളൊക്കെ അതിലിട്ട് കഴുകാം. പിന്നെ ക്യുക്ക് 15-30 മിനിറ്റ് വാഷ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമുക്കിപ്പോൾ ഒരു ജോഡി തുണി നമ്മൾ എവിടെയും പുറത്ത് ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് ഇട്ടുകൊണ്ട് പോയിട്ട് അതിലങ്ങനെ അഴുക്കൊന്നും ആയിട്ടില്ല, ജസ്റ്റ് ഒന്ന് കഴുകി കിട്ടിയാൽ മതിയെങ്കിൽ ഒരു ജോഡി തുണി, ഇതിൽ 1 അല്ലെങ്കിൽ 2 ജോഡി, അതിൽ കൂടുതൽ ഇട്ടുകൂടാ കേട്ടോ. കാരണം അത് അത്രയും ചെറിയ മിനിറ്റ് ആണല്ലോ. സോ ഒരു ജോഡി തുണി കേട്ട് ഈ ഒരു 15-30 മിനിറ്റ് 15 മിനിറ്റിനുള്ളിലൊക്കെ കഴുകി കിട്ടും. ഇതിൽ ഇട്ട് കഴുകി എടുക്കാവുന്നതാണ്. സോ ഇതിങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം വരുന്നത്. ഇത് കറക്റ്റായിട്ട് അവർ ഇവിടെ എഴുതിയിട്ടുണ്ട് ഏതൊക്കെ മെത്തേഡിനാണ്. സോ മിക്സ് ലോഡാണ് എപ്പോഴും കൂടുതൽ യൂസ് ചെയ്യാൻ നല്ലത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ രീതി വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു മെഷീനോടൊപ്പം തന്നെ സാധാരണ എല്ലാ മെഷീനിലും പോലെ വെള്ളം എടുക്കാനുള്ളതും വെള്ളം പുറത്തോട്ട് കളയാനുള്ള ഓസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഇതിൽ വെള്ളം എടുക്കുന്ന ഓസിന് അധികം ലെങ്ത് ഇല്ല, 1 മീറ്റർ തികച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ മെഷീൻ്റെ കണക്ട് ചെയ്തിട്ടുള്ള ടാപ്പ് ഇത്തിരി ഡിസ്റ്റൻസിലാണ്. സോ ഞാൻ ഈ ഒരു വെള്ളം എടുക്കുന്ന ഈ ടാപ്പ് ഈ ഓസ് ഇത് സെപ്പറേറ്റ്ലി നമ്മൾ നിയറസ്റ്റ് ഷോപ്പിൽ നിന്ന് 2 മീറ്ററിൻ്റെ ഒരു ഓസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ഇത്തിരി ലെങ്തിയാണ്, അതാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്, ഒതുക്കി വെച്ചേക്കുന്നതാണ്. സോ ഇങ്ങനെയാണ് വാഷിംഗ് മെഷീനിൽ നമുക്ക് കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. പിന്നെ ഇതൊരു സിൽവർ കളറാണ് യഥാർത്ഥത്തിൽ, കണ്ടോ ഈ ഒരു കളറാണ്. പിന്നെ ഈ കവർ ഇത് ഞാൻ മേടിച്ച് കഴിഞ്ഞിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു 500 സംതിങ് രൂപയ്ക്ക് ഈ ഒരു കവർ മേടിച്ചിട്ടതാണ്. നമുക്ക് പൊടിയൊന്നും പറ്റാതെ നല്ല വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ മെഷീൻ മേടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കവറൊക്കെ മേടിച്ചിടുവാണെങ്കിൽ നല്ലതാണ്. ഈ കവറിൻ്റെ സൈഡിൽ ഇങ്ങനെ സിബുണ്ട് കേട്ടോ. ഇത് താഴോട്ട് നമുക്ക് ആവശ്യം കഴിഞ്ഞ് ഉപയോഗം കഴിഞ്ഞിട്ട് ഇത് അടച്ചു വെച്ച് കവറിട്ട് ഇതിൽ ഈ സിബിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ മെഷീൻ നല്ല ഭംഗിയായിട്ടിരുന്നോളും. പിന്നെ തുണി കഴുകി കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ഇതൊന്നും അടയ്ക്കരുത്, ഇതും. പിന്നെ ഈ ഒരു ഡോറും ഒരു തുറന്നിട്ടേക്കുക. ഒരു 2-3 മണിക്കൂറൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി ആ ഒരു സ്മെല്ല് വരത്തില്ല, അല്ലെങ്കിൽ ഫംഗസ് ഒക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഇങ്ങനെയാണ് ഈ ഒരു മെഷീൻ്റെ രീതി വരുന്നത്. സോ ഇനി നമുക്കിതിലൊന്നൊന്ന് പ്രവർത്തിപ്പിച്ച് ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കണ്ടോ, നമ്മളിങ്ങനെ ഞാനിപ്പോൾ കോട്ടൺ കൊടുത്തപ്പോൾ ഇവിടെ എത്ര മണിക്കൂറാണ് ഇവിടെ വരും, കണ്ടോ 1 മണിക്കൂർ, ഇത് 1 മണിക്കൂറാണ്. പിന്നെ നമ്മൾ പറഞ്ഞു 15-30 മിനിറ്റ്
അത് കണ്ടോ ഇവിടെ വന്ന് 15 മിനിറ്റ്, 15 അല്ലെങ്കിൽ 20 മിനിറ്റ് ഒക്കെ കൊണ്ട് നമുക്കത് കഴുകി കിട്ടും. പിന്നെ ഉള്ളത് ഈ മിക്സ് ലോഡ് ഒരു 45 മിനിറ്റ്സ് ആണ്. 45 to 50 മിനിറ്റ്സ് ഒക്കെ കൊണ്ട് നമുക്കത് കഴുകി കിട്ടും. അപ്പോൾ കറക്റ്റ് ഇവിടെ സമയം വരും എത്ര മിനിറ്റ് കൊണ്ട് കഴുകി കിട്ടുമെന്ന്. പിന്നെ ഇവിടെ തന്നെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടോ ടെമ്പറേച്ചർ, ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, അല്ലെങ്കിൽ സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, അല്ലെങ്കിൽ ആൻറ്റി ടാങ്കിൾ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരം തുണി മുക്കി വയ്ക്കണമെങ്കിൽ സോക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൂടെ തുണി മുങ്ങിയിരുന്നിട്ടേ കഴുകി കിട്ടുള്ളൂ. അങ്ങനെ ഇവിടെ തന്നെ പ്രോഗ്രാം ചെയ്യാനുള്ള ഇതുണ്ട്. പ്രത്യേകിച്ച് പാടൊന്നുമില്ല, നമുക്ക് അവിടെ വായിച്ച് നോക്കി ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുണി കഴുകി കഴിഞ്ഞ ഉടനെ ഈ ഡോറൊന്നും അടച്ചു വെക്കരുത്, കുറച്ച് നേരം തുറന്നിട്ടേക്കണം. ഒരു 1-2 മണിക്കൂർ തുറന്നിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളമൊക്കെ പോകും. അപ്പം നമുക്ക് ഇവിടെ പറയാനുള്ള വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ തുണി കഴുകി കഴിയുമ്പോൾ എവിടെയൊക്കെ വെള്ളത്തിന് അംശം ഉണ്ടാവും. ഓൾസോ നമ്മൾ ഈ ഒരു ടാബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് കുറച്ച് 1-2 ഡ്രോപ്പ് വെള്ളമൊക്കെ അത് ഇവിടെ വീണ് കിടക്കും. അപ്പം നമ്മൾ ഇത് തുടച്ച് കളഞ്ഞില്ലെങ്കിൽ ഇതിൽ ഈ കരപ്പന അങ്ങനെ നമ്മൾ പറയത്തില്ലേ, ബ്ലാക്ക് ഡോട്ട്സ്, അത് വരും. വന്നു കഴിഞ്ഞാൽ അത് വൃത്തികേടായിരിക്കും. സോ നിങ്ങൾ കഴുകി കഴിഞ്ഞിട്ട് ഈ ടാബൊക്കെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെല്ലാം പവറെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വെള്ളത്തിന് അംശം കാണും. ഇത് തുണി നമുക്ക് പർച്ചേസ് ചെയ്യാൻ കിട്ടും. അല്ലെങ്കിൽ ജസ്റ്റ് കോട്ടൻ്റെ തുണിയൊക്കെ ആണെങ്കിൽ വെള്ളം നല്ല രീതിയിൽ നമുക്ക് പിടിച്ചെടുക്കാം. അതിങ്ങനെ നല്ല രീതിയിൽ എവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഓൾസോ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും കോയിനോ എന്തെങ്കിലും നമ്മൾ മെഷീൻ്റെ ഉള്ളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കിട്ടും ഫോറിൻ പാർട്ടിക്കിൾസ്. സോ അതൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ വൃത്തിയാക്കി കൊടുത്താൽ മെഷീൻ എപ്പോഴും നല്ല പുത്തം പോലെ ഇരിക്കും. നമുക്ക് ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. സോ നമ്മൾ ഇത് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ റിവ്യൂ പറയാം, എനിക്കിതിൽ നിന്നുണ്ടായ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു സാംസങ്ങിൻ്റെ സെമി ഓട്ടോമാറ്റിക് മെഷീനായിരുന്നു കേട്ടോ. അത് ഞാനൊരു വർഷം തന്നെ ഉപയോഗിച്ചത്. പുതിയ മെഷീനായിരുന്നു. ഞങ്ങളിവിടെ ജോലി ആവശ്യത്തിന് വേണ്ടി ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്ത സമയത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ പുതിയതായിട്ട് പർച്ചേസ് ചെയ്തതായിരുന്നു ആ ഒരു മെഷീൻ. പക്ഷേ സെമി ഓട്ടോമാറ്റിക് മെഷീൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഭയങ്കരമായിട്ടുള്ള ബാഡ് എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മീൻസ് ഞാൻ ഇവിടെ ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്യുന്നതിന് മുൻപ് വീട്ടിലുണ്ടായിരുന്നത് LGയുടെ ഒരു ഓട്ടോമാറ്റിക് മെഷീനായിരുന്നു. അത് അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് ഓട്ടോമാറ്റിക് മെഷീൻ എന്ന് പറയുമ്പോൾ തുണി അതിനകത്ത് ഇട്ടിട്ട് എവിടെ വേണേലും പോകാമല്ലോ. ഓക്കെ, അത് വാഷ് ചെയ്ത് അവിടെ വൃത്തിയായിട്ടിരുന്നോളൂ. അപ്പോൾ അതിന് വലിയ കുഴപ്പമില്ല. ഇടയ്ക്ക് ചെറിയ തുണി ചുറ്റുക അങ്ങനെ ഒരു പ്രോബ്ലം അല്ലാതെ ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് സ്ഥലം മാറി വന്നപ്പോഴത്തേക്കും നമ്മളൊരു സെമി ഓട്ടോമാറ്റിക് പെട്ടെന്ന് മേടിച്ചതാണ്. ആ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് ഒരു 10,000 റേഞ്ചിലാണ് അന്ന് സാംസങ്ങിൻ്റെ സെമി ഓട്ടോമാറ്റിക് മേടിച്ചത്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി എന്ത് പറയാനാ, നമ്മളത് മേടിച്ച് അന്ന് തൊട്ടേ നമുക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു മെഷീനുമായിട്ട്. കാരണം ഒന്നാമത്തെ കാര്യം, നമ്മളത് തുണി കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും അതിൻ്റെ അടുത്ത് വരണം. വെള്ളം നിറഞ്ഞിട്ടുണ്ടോ ഫുൾ ചെയ്യാനും എടുക്കാനും എല്ലാ കാര്യത്തിനും, തുണി എടുത്ത് ഉണക്കുന്ന അവിടെ ഇടാനും ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ മെഷീൻ്റെ അടുത്ത് എപ്പോഴും വേണം. മെയിൻ പ്രോബ്ലം നമുക്കതെല്ലാം സഹിക്കാം. പക്ഷേ തുണി നമ്മൾ കഴുകാൻ ഇടുമ്പോൾ തുണി എല്ലാം ചുറ്റിയിട്ട് ഒരു വൃത്തികേടായിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. മീൻസ് അഴുക്കൊന്നും പോവില്ല. അത് നമ്മൾ എങ്ങനെയാണ് ഇടുന്നത്, അത് ജസ്റ്റ് ഒന്ന് നനച്ച് തരുന്നു, അത്രയേ ഉള്ളൂ. നമുക്ക് അങ്ങനെ തുണി കഴുകി കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് വൃത്തിയായി കിട്ടണമല്ലോ. ഞാനാണെങ്കിൽ ഈ ഓരോ ഫാബ്രിക് അനുസരിച്ചാണ് സെപ്പറേറ്റ് ആ മെഷീനിൽ കഴിവായി ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ജീൻസ് ഒരു ടൈപ്പ്, ഷർട്ട് ഒരു ടൈപ്പ്, അങ്ങനെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. എന്നിട്ട് തുണി ഇങ്ങനെ മിക്സ് ചെയ്ത് വൃത്തികേടായിട്ട് വന്നുകൊണ്ടിരുന്നു. സോ അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ബോഷിൻ്റെ വാഷിംഗ് മെഷീൻ മേടിക്കാമെന്ന് ഞാൻ കരുതിയത്. അപ്പോൾ ഞങ്ങളിത് മേടിക്കാമെന്ന് പ്ലാൻ ചെയ്തിരുന്ന സമയത്താണ് ലുലു മാളിൽ, ട്രിവാൻഡ്രത്തുള്ള ലുലു മാളിൽ ഇതിനൊരു ഓഫർ വന്നത്. മീൻസ് ഇത് അവിടെ ഓഫറിൽ കിടന്നത് 50,000+ പ്രോഡക്റ്റ് ആണെന്നാണ് ഉണ്ടായിരുന്നത്. എനിക്കറിയില്ല യഥാർത്ഥ എമൗണ്ട് എത്രയാണെന്ന്. പക്ഷേ ഓഫർ പ്രൈസിൽ 34 സംതിങ്ങിനാണ് ഉണ്ടായിരുന്നത്. മേ ബി യഥാർത്ഥ പ്രൈസ് ഇതായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ ഞാൻ വേറെ കുറച്ച് കടകളുമായിട്ട് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. വേറെ കടകൾ മൈജി നോക്കിയിട്ടുണ്ടായിരുന്നു, റിലയൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു, ഓക്സിജൻ, അങ്ങനെ 3-4 ഷോപ്പ് നോക്കി. അപ്പോൾ ഇവിടെ എല്ലാം 6 കിലോയുടെ മെഷീന് പോലും ഇതിനേക്കാളും പ്രൈസ് ഉണ്ടായിരുന്നു, 30 എബോവ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 6 കിലോയുടെ വാഷിംഗ് മെഷീൻ ഓക്കെ അല്ല എന്ന് തോന്നി. കാരണം പുതപ്പൊക്കെ കഴുകണമെങ്കിൽ 6 കിലോ ഒക്കെ, നമുക്ക് ഇവിടെയുള്ള പുതപ്പുകളൊക്കെ അത്യാവശ്യം വലിയ പുതപ്പുകളാണ്. സോ 6 കിലോ ഒക്കെ ഉള്ള മെഷീനാണ് മേടിക്കുന്നതെങ്കിൽ പുതപ്പൊക്കെ കഴിയുമ്പോൾ പാടായിരിക്കും. സോ ലുലുവിൽ വന്നപ്പോൾ 8 കിലോയുടെ മെഷീനാണ്, സീരീസ് 6 ആണ്. ഓൾസോ നല്ല ബോഷിൻ്റെ വാഷിംഗ് മെഷീനെ കുറിച്ച് എല്ലാവർക്കും കുഴപ്പമില്ല, നല്ലൊരു അഭിപ്രായമായിരുന്നു ഞങ്ങളന്ന് ചോദിച്ചവരടുത്തൊക്കെ. സോ പിന്നെ ഒന്നും നോക്കിയില്ല, ബോഷിൻ്റെ വാഷിംഗ് മെഷീൻ എടുക്കുമായിരുന്നു. സോ അന്ന് എടുത്ത സമയത്ത് ഒരു പേടി ഉണ്ടായിരുന്നു. ചില റിവ്യൂസ് ചിലരൊക്കെ യൂട്യൂബിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇവരെ സർവീസ് കൊള്ളത്തില്ല അങ്ങനെയൊക്കെ ആണെന്ന്. പക്ഷേ മേടിച്ച സമയത്ത് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു, ഇത്ര എമൗണ്ട് കൊടുത്ത് മേടിക്കുന്നതല്ലേ. പക്ഷേ മേടിച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. ഇപ്പോൾ 6 മാസമായിട്ട് ഉപയോഗിക്കുന്നു, വേറെ ഒരു പ്രോബ്ലം വന്നിട്ടില്ല. നമ്മൾ 2 ദിവസത്തിൽ ഒരിക്കലൊക്കെയാണ് തുണി കഴുകുന്നത്. പക്ഷെ ഇന്നേ വരെ ഒരു ദിവസം പോലും തുണി ഒന്ന് ചുറ്റിയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ എന്ത് തുണി ഇട്ടാലും നല്ല രീതിയിൽ വാഷ് ചെയ്ത് അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മൾ എത്ര അഴുക്കുള്ള തുണി ഇട്ടാലും നല്ല വൃത്തിയായി കിട്ടും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഈ ഷർട്ടിൻ്റെ കോളറൊക്കെ ഉണ്ടല്ലോ, കോളറിലൊക്കെ അഴുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്ത് കിട്ടും.
അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു അനുഭവമാണോ എന്ന് അറിയില്ല. എനിക്ക് നല്ലൊരു പേഴ്സണലി എനിക്കിത് നല്ല രീതിയിൽ, എനിക്കും ഞങ്ങളുടെ വീട്ടിലുള്ളവർക്കൊക്കെ നല്ലൊരു ഇഷ്ടപ്പെട്ട മെഷീനാണ് ബോഷിൻ്റെ മെഷീൻ. ഞങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ ഈ ഒരു മെഷീൻ ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരുടെ സർവീസിനെ കുറിച്ച് ചോദിച്ചാൽ അത്ര എനിക്കറിയില്ല. നമ്മളത് മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റാളേഷൻ ഉണ്ടല്ലോ, അവരുടെ സർവീസിൽ ആൾ വന്ന് ഇൻസ്റ്റാൾ ചെയ്തുകയാണല്ലോ ചെയ്യുന്നത് മെഷീൻ. പക്ഷെ അത് ഭയങ്കര ലാഗായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഒരു പ്രോപ്പറായിട്ടുള്ള ഒന്നുമില്ല. മീൻസ് അവർ തിരക്കാണ്. നമ്മൾ എപ്പോഴും അങ്ങോട്ട് വിളിച്ചാണ് ചോദിച്ചുകൊണ്ടിരുന്നത് ഇൻസ്റ്റാളേഷൻ എപ്പോൾ വരും. കാരണം ഞങ്ങളിത് മേടിച്ച് 3-4 ദിവസം കഴിഞ്ഞാണ് ഇൻസ്റ്റാളേഷൻ ആൾ വന്നത്. അപ്പോഴത്തേക്കും 2-3 ദിവസത്തെ തുണി ഇവിടെ ആയായിരുന്നു കഴുവാനായിട്ട്. സോ ഞാൻ അങ്ങോട്ട് എപ്പോഴും റെഗുലറായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു, എപ്പോൾ വരും. അപ്പോൾ അവർ പ്രോപ്പറായിട്ടുള്ള ഒരു മറുപടി തരില്ല. ഈ കോൾ എടുക്കുന്നവർ അവർ പറയും അവർക്ക് തിരക്കാണ്, ഒരുപാട് അടുത്ത് പോകാനുണ്ട്, സർവീസ്മാന് തിരക്കാണ്. അത് എനിക്കൊരു നല്ല രീതിയിൽ തോന്നിയില്ല. ഇപ്പോൾ സർവീസ്മാന് തിരക്കാണെങ്കിൽ 1-2 സർവീസ് ആളുകളെയും കൂടെ കൂടുതൽ ആഡ് ആക്കിയിട്ട് കസ്റ്റമേഴ്സിന് ഒരാളെ എത്തിക്കുക ഇൻസ്റ്റാളേഷന് വേണ്ടി. നമ്മൾ ഈ ഒരു സാധനം മേടിച്ച് കഴിഞ്ഞിട്ട് വെറുതെ വെച്ചിട്ട് കാര്യമല്ലല്ലോ, നമ്മളിത് ഉപയോഗിക്കാനാണല്ലോ മേടിക്കുന്നത്. സോ ഇൻസ്റ്റാളേഷനൊക്കെ കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കിയാൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് കരുതി. സോ സർവീസിന്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു ഇത് വന്നു, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ മെഷീൻ്റെ കാര്യത്തിൽ ഞാൻ 100% ഓക്കെയാണ്. നല്ല രീതിയിൽ തുണിയൊക്കെ വൃത്തിയായി കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ബോഷിൻ്റെ മെഷീനൊക്കെ മേടിക്കാവുന്നതാണ്. സോ മെഷീൻ മേടിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ മെഷീൻ പുതിയതായിട്ട് മേടിക്കാൻ പോകുന്നതിനൊക്കെ മുമ്പ് വേറെ കടകളും ഒക്കെ ആയിട്ട് 1-2-3 കടകളായിട്ട് നോക്കുക. ഏത് കടയിലാണ് പ്രൈസ് ഡിഫറൻസ് ഉള്ളത്, എവിടെയെങ്കിലും ഓഫർ ഉണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി കഴിഞ്ഞിട്ട് മെഷീൻ മേടിക്കുക കേട്ടോ. അതാണ് കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ മെഷീൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞു തരണമെന്ന് തോന്നുന്നില്ല. കാരണം ഇൻസ്റ്റാളേഷന് വരുന്ന സമയത്ത് സർവീസിന് വരുന്ന ആളെടുത്ത് ചോദിച്ചാൽ തന്നെ അവരെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്, എങ്ങനെ ഉപയോഗിക്കണം, എന്ത് ചെയ്യണമെന്നൊക്കെ. സോ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓൾസോ നമ്മൾ വേറെയും കുറച്ച് ഹോം അപ്ലയൻസസിൻ്റെ റിവ്യൂസ് ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.